പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വോട്ടും കട്ടലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് അംഗമൊക്കെ അങ്ങ് ചൂട് പിടിച്ച് പോവുകയാണ്. നമ്മളിന്ന് നേരെ പോകുന്നത് പാലക്കാടൻ മണ്ഡലത്തിലേക്കാണ്. പാലക്കാട് ഒരു സവിശേഷ സാഹചര്യ മത്സരം തന്നെയാണുള്ളത്. താരപ്പൊലിമയിൽ രമേശ് പിഷാരടി അവരെ കോൺഗ്രസിനായി UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ NMR റസാഖ് എന്ന സ്വതന്ത്രനെയാണ് ഇത്തവണ CPM അവിടെ പരീക്ഷിക്കുന്നത്. ഒപ്പം BJPയിൽ കരുത്തയായ സ്ഥാനാർത്ഥി മുൻപും അവിടെ മത്സരിച്ചപ്പോൾ വോട്ട് ശതമാനമൊക്കെ ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ, ആദ്യമായി ആ മണ്ഡലത്തിൽ BJPയെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ച ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഡീൽ എന്നുള്ള ഒരു ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കണം. അത് മറ്റാരുമല്ല, CPM BJP ഡീൽ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആ ഡീലിന്മേലുള്ള ഒരു ചൂടുപിടിച്ച ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് പാലക്കാട് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുന്നത്. എന്താവാം, അവിടുത്തെ ഒരു അപ്രവചനീയമായ ഒരു സാഹചര്യമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീലൊക്കെ അവിടെ നടക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരു വിശകലനം തന്നെയാണ് നമ്മളിന്ന് വോട്ടും കട്ടനിൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ രുചിശ്രീ രവീന്ദ്രനും മറ്റൊന്ന് പ്രശാന്ത് ഏട്ടനുമാണ് ഉള്ളത്. അപ്പോൾ രുചിഷ, എനിക്ക് പെട്ടെന്ന് ഈ വന്ന് ഇങ്ങനെയൊരു CPIM BJP ഡീൽ എന്ന് VD സതീശൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് ആദ്യം വന്നിരിക്കുന്നത് ഇത് ഒരു മുഴ മുന്നേയുള്ള UDFൻ്റെ ഒരു ട്രംപ് കാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിലൊരു 40% മുസ്ലിം വോട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായും NMR റസാഖിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ LDF സ്വതന്ത്രനായി പരീക്ഷിക്കുമ്പോൾ LDF തീർച്ചയായും ഒരു ശക്തമായ ഫൈറ്റിനുള്ള സൂചനയായിട്ട് തന്നെയായിരുന്നു NMR റസാഖിനെ മുന്നോട്ട് വെക്കുന്നത്. അത് അവിടുത്തെ നമ്മുടെ CPMൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമായാലും അവിടെ പാലക്കാടിലുള്ള LDFൻ്റെ പ്രതിനിധികളുടെ ആയാലും അവരുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ ആ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായതാണ്. അപ്പോൾ തീർച്ചയായും ഈ മുസ്ലിം വോട്ടുകളിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇവിടെ താമസമാക്കിയതോ അല്ലെങ്കിൽ റാവുത്തർ വിഭാഗത്തിൽ നിന്നുള്ളവരോ ആണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈ 40% കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും NMR റസാഖിനെ പോലെയുള്ള ഒരു മുഖം മുന്നോട്ട് വരുമ്പോൾ LDF ഉദ്ദേശിക്കുന്നത് പല കാലങ്ങളിലായി LDFിൽ നിന്ന് ചോർന്നു പോയ ന്യൂനപക്ഷ വോട്ട് ഇത്തവണ സമാഹരിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയി മണ്ഡലത്തിൽ നാണം കെട്ട ഒരു 3ാം സ്ഥാനം എന്ന് തന്നെയാണ് സത്യത്തിൽ LDF അവരുടെ പ്രകടനത്തെ ആ മണ്ഡലത്തിൽ എല്ലാ കാലത്തും വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി ഘടകത്തിൽ തന്നെ അത്തരമൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അത് മാറ്റി ഇത്തവണ ഒരു മികച്ച ഫൈറ്റ് കൊടുക്കാനുള്ള അർത്ഥത്തിൽ NMR റസാഖിന് വരുമ്പോൾ ആദ്യം 40% മുസ്ലിം വോട്ടുകളിലേക്കായിരിക്കുമല്ലോ സ്വാഭാവികമായും കണ്ണുപോവുക. കാരണം പല കാലങ്ങളായി LDFിൽ നിന്ന് ചോർന്ന് BJPയെ ജയിപ്പിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ UDFന് വോട്ട് ചെയ്യുന്നു എന്ന മനോഭാവത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു സമൂഹമായിട്ടാണ് അവരെ കണക്കൂട്ടുന്നത്. അപ്പോൾ UDFനെ സംബന്ധിച്ച് ഇത്തവണ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ശക്തിയായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായും അവിടെ ഇനി UDFിൽ നിന്ന് ഈ വോട്ടുകൾ കൂടി ചോർന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ നില പരിങ്ങലിലാവും എന്നൊരു നില വരുമ്പോൾ തീർച്ചയായും BJP CPIM ഡീൽ എന്ന് പറയുമ്പോൾ ആ വോട്ട് വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇതാ നിങ്ങൾക്കൊരു കെണി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു, അതിൽ വീഴരുത്, വോട്ട് ഞങ്ങളിലേക്ക് വരേണ്ട കാര്യമുണ്ട് എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥത്തിൽ അതിനെ പ്ലേസ് ചെയ്ത് ഒരു ട്രംപ് കാർഡ് ഇറക്കിയതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൊലീബി സഖ്യമൊക്കെ കണ്ട ഒരു നാടാണ് നമ്മുടേത്. തീർച്ചയായും അന്ന് തന്നെ പരാജയം നടത്ത UDF ആയിരുന്നു അന്ന് BJPയുമായി ഒരു ധാരണയുണ്ടാക്കി എന്നാണല്ലോ KG മാരാരുടെ പാഴായി പോയ പരീക്ഷണത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻകൂട്ടി ഒരു ട്രംപ് കാർഡ് എന്തായാലും UDF ഇറക്കിയിരിക്കുന്നു. വലിയ രാഷ്ട്രീയ കരുനീക്കമായിട്ട് തന്നെയാണ് ഞാനതിനെ വിലയിരുത്തുകയും കാണുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താണ് രുചിശ്രീ രവീന്ദ്രൻ ഇതിലുള്ളൊരു ടേക്ക്? ഞാൻ പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലൊരു ആരോപണം VD സതീശൻ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ KC വേണുഗോപാൽ ഉന്നയിക്കുന്നത്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഇറക്കിയത്, അതിൽ ആ ഒരു ആരോപണത്തിൻ്റെ കാരണം റസാഖ് വന്നു എന്ന് തന്നെ. റസാഖിനൊരു ദുർബല സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിലാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും കാണുന്നത് എന്ന അർത്ഥത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ശ്യാമിലി പറഞ്ഞതുപോലെ അവിടെയുള്ള മുസ്ലിം വോട്ട് ഏകീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തന്നെയായിരിക്കും LDF അതിനെ കണ്ടിട്ടുണ്ടാവുക. LDFിനൊരു വോട്ടുണ്ട്, CPMനൊരു വോട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ഘടകങ്ങളൊന്നുമില്ല. അതായത് മുസ്ലിം സ്ഥാനാർത്ഥി ആയാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗമായാലോ ഏതെങ്കിലും സ്വാധീന ശക്തിയോ അതിലൊന്നും ഒരു ധാരണകൾക്ക് പ്രശ്നമില്ല. കാരണം ഏത് സ്ഥാനാർത്ഥി വന്നാലും CPMൻ്റെ ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന അല്ലെ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ട് അവിടെ ഉണ്ട്. അത് ഒരു 30,000-35,000 വോട്ടാണ് ആ അർത്ഥത്തിൽ CPMന് ഉറപ്പായും കയ്യിലുള്ള വോട്ട്. അതിനേറെ വോട്ട് പിടിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് മനസ്സിലാക്കണം. കാരണം ഏറ്റവും അവസാനമാണ് LDF ആ തീരുമാനത്തിലേക്ക് വന്നത്. അതിൻ്റെ കാരണം
ഞാൻ അതിൽ രണ്ട് പാർട്ടികൾക്കും ഈ ഡീലിൻ്റെ ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് LDF-നായാലും ശരി, UDF-നായാലും ശരി. കാരണം ഏറ്റവും പൊളിറ്റിക്കലായി ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ കേരളത്തിലെ BJPക്ക് എല്ലാ കാലത്തും വോട്ടുയർത്താൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവർക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നിങ്ങൾ കൗണ്ടർ ചെയ്യേണ്ടതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ദുർബലരായ ആളുകളെ വെച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. CPM-ന് ഒരുപക്ഷെ ഈ മുസ്ലിം വോട്ട് ഈ അർത്ഥത്തിൽ 40% ആളുകൾ ആ വോട്ട് കിട്ടുമെന്നൊക്കെ വാദിച്ചാൽ പോലും ഞാൻ പറയുന്നത് ഈ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കരുത്ത അത് ശോഭാ സുരേന്ദ്രനാണ്. ഒരു തർക്കവുമില്ല. പൊളിറ്റിക്കൽ വോട്ട് എന്നത് കൂടിയുണ്ട്. കാരണം ഇവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ഇവരാണ് നമ്മുടെ നേതൃത്വം. പറയുന്നത് മണ്ഡലത്തിൽ ഒരു എഡ്ജ് ശോഭാ സുരേന്ദ്രന് നിലവിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. അത് സത്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി പാലക്കാട് മണ്ഡലത്തിൽ BJPയെ 2ാം സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് അത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അവരുടെ അന്ന് 2016 അവിടെ 40,000-ലധികം വോട്ട് അവർ സമാഹരിക്കുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ശോഭയുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ട്രാക്ക് റെക്കോർഡ് എന്ന് തന്നെ പറയാവുന്നത്. അപ്പോൾ അത്തരമൊരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ ആ മണ്ഡലത്തിൽ നിലവിൽ ജയിച്ചു വരുന്ന UDF-ന് ആ മണ്ഡലം നിലനിർത്താൻ രമേശ് പിഷാരടിയെ പോലെയുള്ള താരമ്യേന എന്ന് വെച്ചാൽ ഹൈ പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ചിലപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാവുന്ന ഒരാൾ മതിയോ ആ മണ്ഡലം നിലനിർത്താൻ. അതിനപ്പുറത്തേക്ക് LDF-ൻ്റെ കാര്യം, LDF എല്ലാ തവണയും അവിടെ 3ാം സ്ഥാനത്താണ് വരുന്നത്. ചിലപ്പോൾ തദ്ദേശത്തിലെ ഒരു വലിയ വിജയം, 2ാം സ്ഥാനത്തുള്ള ആ വിജയം കണ്ടുകൊണ്ടാണ് ഇത്തവണ ഒരു ഫൈറ്റിന് സത്യത്തിൽ LDF അവിടെ മുതിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശാന്ത് ഏട്ടൻ എന്ത് തോന്നുന്നു? ഇത് ഇന്ന് സതീശൻ ഉന്നയിച്ചത് വോട്ട് ഭിന്നിപ്പ് എന്നുള്ള സംഭവം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ല, സരിം വന്നപ്പോഴൊന്നും ഈ വോട്ട് ഭിന്നിപ്പിൻ്റെ ഒരു വിഷയമേ വന്നിട്ടുണ്ട്. വോട്ട് ഭിന്നിപ്പ് എന്തുകൊണ്ടാണ് വന്നത്? ഒന്ന്, അന്ന് ഉണ്ടായിരുന്ന സാഹചര്യം രാഹുൽ മാങ്കൂട്ടം പോലുള്ളൊരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 2, സരിൻ പോലൊരാളാണ് LDF-ൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഇവിടെ സംഭവം മാറി. രമേശ് പിഷാരടി പോലൊരു സെലിബ്രിറ്റി വരുന്നു. പാർട്ടി അത്ര ശക്തനാണോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയം പാർട്ടിക്ക് തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പുറമെ മുസ്ലിം പ്രബലമായിട്ടുള്ള മണ്ഡലത്തിലെ സ്വാധീനശേഷിയുള്ള മുസ്ലിം വോട്ടിനെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നു എന്നുള്ളത്. അവിടെ പാർട്ടിക്കാരായ മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലാതെയല്ല. നേരത്തെ MLA ആയിട്ടുള്ള TK നൗഷാദ് അലി ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. എന്നാലും അതിന് പുറമെ പാർട്ടി വോട്ടുകൾക്ക് പുറമെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പോലെ NMR വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഘടകങ്ങൾ UDF-നെ അലോസരപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്ന് മുന്നോട്ട് വെച്ചതെന്നുള്ളതാണ്. പിന്നെ LDF-നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ന്യായം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അവർ പറയുന്ന ഒരു 6000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം പാലക്കാടിൻ്റെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരസഭയും പിരായിരും ഉൾപ്പെടുന്നത് UDF-ൻ്റെ അനുകൂലവും, കണ്ണാടിയും മാത്തൂരും ആണ് LDF-ൻ്റെയും. ഇതിൽ മാത്തൂർ കുറേ നാളായിട്ട് LDF വളരെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. നേരത്തെ സംഘടനാ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് കണ്ണാടിയാണ്. കണ്ണാടി ഇപ്പോഴും കുറച്ചൊക്കെ ആഭ്യന്തര പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇതിന് പുറമെ അപ്പോൾ ഈ പിരാരിയിലെ ഒരു വമ്പൻ ഒരു 6000 വോട്ടിൻ്റെ പിരാരിയിൽ തന്നെ സാധാരണഗതിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കുന്ന UDF-ന് ലീഡ് കൊടുക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യത്തെ തദ്ദേശ ഫലം വന്നപ്പോൾ മൊത്തം ഒരു 6000 വോട്ടിൻ്റെയോളം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ന്യായമാണ് LDF ഉന്നയിക്കുന്നത്. ഈ 6000 വോട്ട് എന്നുള്ളത് മറ്റ് ഇതേപോലെയുള്ള പല ഘടകങ്ങളും പാർട്ടി വോട്ടിന് ഉപരിയായിട്ടുള്ള മുസ്ലിം സ്വാധീന മേഖലകളിൽ ഉൾപ്പെടെയുള്ള തന്നെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് എന്നുള്ള ഒരു ന്യായമാണ് LDF ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് NMR റസാഖ് വന്നുള്ളത്. അങ്ങനെയാണ്. ഓക്കെ. എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, ശോഭയെ ഈ മണ്ഡലത്തിൽ പ്ലേസ് ചെയ്യുന്നതോടുകൂടി BJP ആ മണ്ഡലം എന്തായാലും ഞങ്ങളുടെ പരിധിക്കുള്ളിൽ ആക്കണം, അല്ലെങ്കിൽ അത് ഇത്തവണ BJP അവിടെ നഗരസഭയിൽ മാത്രമല്ല 2 തവണയും നഗരസഭ കൂടുക എന്നതാണ്.
അപ്പോൾ ഇത്തവണത്തെ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായാലും ഒന്നാമത് UDF എത്തുകയും രണ്ടാമത് LDF എത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് അവിടെ ഒരു എഡ്ജ് കുറവുണ്ട്. നഗരസഭ കൂടെ നിന്നില്ല. പക്ഷേ നഗരസഭയിലുള്ളത് കൂടി ഒരു പൊളിറ്റിക്കൽ വോട്ടായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇല്ല, ഒരു സംശയമില്ല. ഇപ്പം മൂത്താന്തറ പോലുള്ള ഭാഗങ്ങളിലൊക്കെ BJP മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലത്തെ ശക്തി കേന്ദ്രങ്ങൾ BJPക്ക് ഉള്ള ഒരു സ്ഥലമാണത്. നമ്മൾ പലപ്പോഴും പാലക്കാടിനെ ഈ പാലക്കാട് ഇടത് കോട്ട എന്ന് പറയുന്ന പാലക്കാട് ജില്ലയെ വിലയിരുത്തിയാണ് നമ്മളത് പറയുക. പക്ഷെ പാലക്കാട് എത്തുമ്പോൾ കാര്യം അങ്ങനെയല്ല. അത് BJPക്ക് മാത്രം ശക്തി കേന്ദ്രമുള്ള ഒരുപാട് മേഖലകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ അവരുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് തർക്കമില്ല. ഞാൻ പക്ഷേ ഈ ഡീൽ ആരോപണത്തെ ഞാൻ കാണുന്നത് പാലക്കാട് മണ്ഡലത്തിനെ മാത്രം ലക്ഷ്യമിട്ടല്ല VD സതീശൻ ഇത് പറയുന്നത്. ഇത് കേരളത്തിന് മുഴുവൻ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതായത് BJPയും CPM തമ്മിൽ ഒരു ഡീലുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയത് KC വേണുഗോപാൽ പറഞ്ഞത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് അതിവേഗതയിൽ ഉണ്ടാക്കിയതിന് പോലും ഈ ഡീലിൻ്റെ ഭാഗമാണ്. അതായത് വളരെ വേഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് UDFന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അത് അത്ര കണ്ട് സമയം ഇല്ല. LDFന് ഓൾറെഡി അവർ സെറ്റ് ചെയ്തൊരു സംഭവം ഉണ്ട്. അവരുടെ MLA-മാരൊക്കെയാണ് മത്സരിക്കുന്നത്. നമുക്ക് പുതിയ സ്ഥാനാർത്ഥികളെ വേണം. ആ അർത്ഥത്തിലാണ് ഇതിനെ കാണുന്നത്. അതായത് വളരെ കാര്യമായി ചില സീറ്റുകൾ BJPക്ക് കിട്ടണം, അതേസമയം ഭരണം LDF തന്നെ വരും. ഈ തരത്തിലാണ് ഈ ഡീൽ എന്ന തരത്തിൽ കടന്നു പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഏകീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഡീൽ ആരോപണം. ഒരു പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ മനസ്സിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമ്മൾ സംഘടനാ പ്രശ്നമൊക്കെ പറയുമ്പോൾ പോലും അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് SIR വിഷയം വന്ന അതേ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളതാണ്. SIR വിഷയം വന്നപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ സംഘടനാ പ്രവർത്തനം നടത്തേണ്ട CPM താരതമ്യേന SIR-നെതിരെ വലിയ സമരവുമായി പോകുന്നു. അതുകൊണ്ട് SIR-ന്റെ വലിയ തരത്തിൽ SIR ആളുകളെ ഈ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ CPM-ന്റെ പല കേന്ദ്രങ്ങളിലും ദുർബലമായിരുന്നു. പക്ഷെ അതേസമയം ഇതൊരു അംഗത്വ പ്രശ്നമായി ന്യൂനപക്ഷങ്ങൾക്ക് തോന്നുന്നു. ന്യൂനപക്ഷങ്ങളുടെ ശക്തി കേന്ദ്രമായ പല സ്ഥലത്തുമുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് മലബാറിൽ, അവർ വളരെ ഈ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. UDF അത് കോൺഗ്രസും അത് മുസ്ലിം ലീഗിനൊപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തപ്പോൾ ഇവരാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ സംഘടനാ പ്രശ്നങ്ങൾ കണ്ട് അത് വലിയ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണമായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഡീൽ ആരോപണം പാലക്കാട് മാത്രം ഉള്ള ലക്ഷ്യമല്ല. അത് കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങളോട് പറയുകയാണ്, ഞങ്ങളാണ് നിങ്ങളുടെ കൂടെയുള്ളത്, ഇത് ഡീലാണ് എന്ന് പറയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ RSSനോടൊക്കെ കായികമായി ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയ രാഷ്ട്രീയ പാർട്ടി CPM ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് 100-200 ആളുകൾ കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഡീലാക്കുന്നു എന്ന് പറയും. കാരണം വെച്ചാൽ ആ ഒരു വിശ്വാസ്യത ഇല്ലാതാക്കുകയാണ് ഏറ്റവും നല്ല പണി. കാരണം നമ്മൾ എപ്പോഴും പറയും, നഞ്ച് കലക്കി മീൻ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും എന്ന് പറയുന്നത് പോലെ ഇത് ഈ ഒരു വിശ്വാസ്യത ഇല്ലാതാക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വികസന വിഷയങ്ങൾ ചർച്ചയാക്കാൻ പോയാൽ ഒരുപക്ഷെ UDFന് അത് തിരിച്ചടിയാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് UDF ഇപ്പോഴും, ഞാൻ മനസ്സിലാക്കുന്നത് UDF ഇപ്പോഴുള്ള വിവാദ വിഷയങ്ങളിൽ തന്നെ നിലനിൽക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. അത് ശബരിമലയിലാകട്ടെ, അത് ഈ ഡീൽ ആരോപണമാകട്ടെ, ഇത്തരം വിവാദ വിഷയങ്ങളിൽ തന്നെയാണ് ഒരുപക്ഷെ UDFന് കൂടുതൽ എഡ്ജ് കിട്ടുക. കാരണം ഈ വിഷയങ്ങളിൽ അത് ഒരുപക്ഷെ LDFന്റെ ഭാഗത്തും അതിൻ്റെ ഭാഗമായിട്ടുള്ള തെറ്റുകളുണ്ട്. കാരണം ഈ വിഷയങ്ങളിലൊക്കെ എടുക്കേണ്ട സ്റ്റാൻഡ് കൃത്യമായി എടുത്തിരുന്നോ, ആ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായി തന്നെ LDFനെ വിമർശിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഈ ഡീലാരോപണം അതൊരു പാലക്കാട് മാത്രം കേന്ദ്രീകരിച്ചുള്ള നീക്കമല്ല, ഇത് സംസ്ഥാനത്തൊട്ടാകെ പിടിക്കാനുള്ള നീക്കമാണ്. എന്നാലും നമ്മൾ പാലക്കാടിനെ പറ്റി പറയുമ്പോൾ പാലക്കാടിൽ 1ഉം 2ഉം എപ്പോഴും വന്നിരിക്കുന്നത്, ഒന്ന് UDF ആണ് ജയിച്ചു കയറുന്നത്, രണ്ടാമത് വന്നിരിക്കുന്നത് BJP ആണ്. അങ്ങനെയായിരുന്നല്ലോ അവിടുത്തെ. അപ്പോൾ അവിടെ ഫൈറ്റ് എന്നുള്ളത് സത്യത്തിൽ ഇടത് വലത് സാധാരണയുള്ള മറ്റ് മണ്ഡലങ്ങളിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല പാലക്കാട് എന്നുള്ളത്. അത് അവിടുത്തെ ഒരു സാഹചര്യമായിരുന്നു. അതിൽ എല്ലാ തവണയും BJP ഞങ്ങൾ ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഉടൻ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു അവിടെ പലപ്പോഴും പലരുടെയും മനസ്സിൽ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തുന്നവർ വോട്ട് മാറ്റി കുത്തുകയോ ക്രോസ് വോട്ട് ചെയ്യുകയും ആ വോട്ടുകൾ സ്വാഭാവികമായും UDFിലേക്ക് വരുന്നതും ഒക്കെയാണ് അവിടുത്തെ പ്രാദേശിക ആളുകളുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ ഇത്തവണ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല. മൂന്നാം മുന്നണി എന്തായാലും നാണം കെട്ട ഒരു 3-ാം സ്ഥാനത്തിലേക്കായിട്ടല്ല അവർ നിൽക്കുന്നത്. മൂന്നാമതിരിക്കുന്ന LDFും ഒരു ഫൈറ്റിന് തന്നെ ഇറങ്ങുമ്പോൾ
ഒരു ത്രികോണ പോരാട്ടം ഒരു ത്രികോണ പോരാട്ടം അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്, പക്ഷേ നമുക്ക് സമയപരിമിതിയുണ്ട്. 4:59 5 മണിയിൽ ഹൈഫൈവ് തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വോട്ടും ഘട്ടനും ഇവിടെ പൂർണ്ണമാവുകയാണ്.